നന്ദുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നന്ദു, ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, തലസ്ഥാനത്ത് PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നടക്കുകയാണ്. അവർ മണ്ണ് വാരി കഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് VD സതീശൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയും പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ നേരെ ഡൽഹിക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കണ്ണിൽ എന്താണ്? ജന്തർ മന്ദറിൽ നടക്കുന്നത് മാത്രമാണോ സമരം? ഇപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ ഇവിടെയൊക്കെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുന്നു. മുൻപ് UPA സർക്കാരിൻ്റെ കാലത്ത് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നടപടിയില്ല. അപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ മാത്രം താല്പര്യം അതെന്താണ്? ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഗൗതം, ഞാൻ ശ്രീമതി ദീപ അവരുടെ അവസരത്തിൽ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ അല്ല, നാലാമത്തെ ആൾ ചർച്ചയിൽ വന്നിട്ടില്ല. ഞാൻ പറയാം, BJPയുടെ പ്രതിനിധി സംസാരിക്കുമ്പോഴേ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇത്രയും വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. താങ്കൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ ചോദിക്കുന്നത് ഒരു പ്രതിനിധി അറ്റാക്ക് ചെയ്യാനായിട്ട് രാഷ്ട്രീയ നിരീക്ഷകന്റെ മേലങ്കി അണിയിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആള് വരാത്തതിൽ താങ്കളാണ് പ്രകോപിതരാകുന്നത്. ഇടതുപക്ഷത്തിന്റെ ആള് വന്നിട്ട് 8 മണി കഴിഞ്ഞ് വരുള്ളൂ. ഇടതുപക്ഷത്തിന്റെ ആള് 8 മണി കഴിഞ്ഞ് വരുള്ളൂ. നിങ്ങൾക്ക് അവസരം തരുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല. എനിക്ക് അവസരം തരുമ്പോൾ നിങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. നിങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്. നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ചും കേൾക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ ഒരാളെ സംസാരിക്കാനുള്ള അവസരത്തെ നിഷേധിക്കുന്നത് ഇതൊരു കോൺഗ്രസ് രാഷ്ട്രീയമല്ല, ഇത് നിങ്ങളുടെ കോൺഗ്രസ് വേദിയുമല്ല. നിങ്ങൾ എന്നോട് ഡയറക്റ്റ് ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ചോദിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കില്ല. എങ്ങനെയാണെങ്കിൽ താങ്കളോട് ചോദിക്കുമ്പോഴല്ലേ ഞാൻ ഇടപെടാം. എങ്ങനെയുണ്ടാവും? നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ചോദിക്കുന്ന ഒരു മറുപടി കേൾക്കാനുള്ള മറുപടി പറയാം. ജനം ടിവിയുടെ മാധ്യമ പ്രവർത്തനങ്ങളെ അനുവദിച്ചു കൊടുക്കേണ്ട എനിക്കില്ല. ശ്രീമതി ദീപാനിൽ ഇവിടെ എന്താണ് പ്രശ്നം? നാട്ടിലുള്ളവർക്ക് എല്ലാ അവസരം വാങ്ങി കൊടുക്കാൻ നിൽക്കുന്ന ആളാണോ? നിങ്ങൾക്ക് അവസരം തന്നു. നിങ്ങളുടെ സമയത്ത് ആരും ഇടപെട്ടില്ല. വളരെ മാന്യമായി എന്നോട് ചോദിക്കുമ്പോൾ ഇടപെടുന്നത് മാന്യതയല്ല. എന്ത് തന്നെ പറഞ്ഞാലും അത് മാന്യതയല്ല. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം. ഈ ദീപാനില് നാട്ടിലുള്ള എല്ലാവരുടെയും വക്കാലത്ത് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരെടുത്തോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന മാന്യത തിരിച്ചും ഉണ്ടായില്ലെങ്കിൽ അങ്ങോട്ടും അത് പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കുന്ന മാന്യത അങ്ങോട്ടും കിട്ടുള്ളൂ. അപ്പൊ പിന്നെ വിഷമം തോന്നരുത്. അപ്പൊ പിന്നെ ഇടപെടുമ്പോഴത്തേക്ക് അത് ഇടപെട്ടത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് അസഹിഷ്ണുതയാണെന്നൊന്നും പറയാൻ വരരുത്. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയാൻ ഏബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ പാർട്ടിയോട് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ പറയും, അതിന് ഞങ്ങൾ മറുപടി പറയും. അതിന് ഞങ്ങൾ മറുപടി പറയും. നിങ്ങൾ പറഞ്ഞു ഞാൻ ഇടപെട്ടില്ലല്ലോ, ഞാൻ ഇടപെട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ളത് പോലെ രാഹുൽ ഗാന്ധിക്ക് പാറ്റ സമരത്തിൽ ചെന്ന് നിന്ന് ഒരു ഷോൾഡർ ദേഹത്ത് കൈയും വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ സ്വാതന്ത്ര്യമുള്ളത് പോലെ ഈ നാട്ടിലെ ഓരോ പൗരനും അവന്റെ രാഷ്ട്രീയം പറയാനുള്ള അധികാരമുണ്ട്. അതിനുപോലും ഈ ഒരു ചാനൽ ഡിബേറ്റിൽ ഒരു മൂന്നാമത്തെ ശബ്ദം കേൾക്കാൻ പോലും സഹിഷ്ണുതയില്ലാത്ത കോൺഗ്രസ് ആണ് ഞങ്ങളെ സഹിഷ്ണുത പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയാൻ പറ്റത്തില്ല. ഇനി ശ്രീ മിഥുൻ, ഞാൻ താങ്കൾക്ക് ന്യായമായ അവസരം തരേണ്ടതാണ്. പക്ഷേ എനിക്ക് തന്ന അവസരമായതുകൊണ്ട് എൻ്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ പറഞ്ഞോളൂ. അതായത് ശ്രീമതി ദീപ ഇവിടെ വന്നിരുന്ന് പറയുകയാണ്, ജനാധിപത്യത്തിൽ പെല്ലറ്റ് അടിച്ചു, അതുപോലെ തന്നെ ലാത്തി ചാർജ് ചെയ്തു, അവിടെ ഈ പറയുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് ചെയ്തതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ കൂത്തുപറമ്പിൽ 10 DYFIക്കാർക്ക് നേരെ വെടിയുതിർത്തത് ഏത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന് ദീപം ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് എല്ലാവർക്കും? കോൺഗ്രസ് സംഘക്കാരായിരുന്നില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെടിയുതിർത്തത്? ഈ നാട്ടിലെ ചെറുപ്പക്കാർ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ അവർക്ക് നേരെ വെടിയുതിർത്ത് 10 ചെറുപ്പക്കാരെ കൊന്നു തള്ളിയ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ക്ലാസ് എടുക്കണ്ട, കോൺഗ്രസിൽ നിന്ന് ജനാധിപത്യത്തിന്റെ ക്ലാസ് എടുക്കേണ്ട ഗതികേട്, ക്ലാസ്സിൽ പഠിക്കേണ്ട ഗതികേട് ഈ രാജ്യത്ത് ഒരാൾക്കുമില്ല എന്ന് ഇന്നും എന്നും വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ജനാധിപത്യത്തെ കുറിച്ച് പറയാനൊന്നും ആയിട്ടില്ല. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നത് ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രസിഡന്റോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ ആണെങ്കിൽ എവിടെയോ പോട്ടെ, ഞങ്ങൾ നിങ്ങളുടെ മറ്റേ KC വേണുഗോപാലൊക്കെ പോകുന്നതിന് ഞങ്ങളാരും ചോദിക്കുന്നില്ലോ. പക്ഷെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെ പോകുന്നു എന്നറിയാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തെ ഓരോ പൗരനുമുണ്ട്. ആ പൗരന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാൻ കോൺഗ്രസിന് ഒരു അവകാശമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞിട്ട് അദ്ദേഹം എവിടെയോ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഔദ്യോഗിക പ്രോട്ടോകോളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, അത് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിന് എതിരാണോ, രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിന് ഒപ്പമാണോ എന്ന് അറിയാനുള്ള താല്പര്യം അല്ലെങ്കിൽ അറിയാനുള്ള അർഹത ഈ നാട്ടിലെ ഓരോ ജനാധിപത്യവാദിക്കുമുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് മാത്രം ശീലമുള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് വകുപ്പ് മാറ്റം. ഇന്ന് രാവിലെ തൊട്ട് NDAയുടെ നേതാക്കന്മാരും ഏതാണ്ടൊക്കെ ആളുകളും ഒക്കെ വകുപ്പ് മാറാൻ, ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റാൻ പോവുകയാണെന്ന് ദീപയെയും അതുപോലെ തന്നെ കേരളത്തിലെ KPCC നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു എന്ന നിലയ്ക്കാണ് അവർ പറയുന്നത്. ഞങ്ങൾ BJPയുടെ നേതാക്കന്മാരാ, BJPയുടെ പ്രവർത്തകന്മാരാ, ഞങ്ങൾ ആരും പറഞ്ഞില്ല ധർമ്മേന്ദ്ര പ്രധാനെ വകുപ്പ് മാറ്റാൻ പോവുകയാണെന്ന്. ഈ അറിവ് താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് താങ്കളോട്, ഏത് NDAയുടെ നേതാവാണ് താങ്കളോട് ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞതെന്ന് ദീപയുടെ അവസരം വരുമ്പോൾ ഇവിടെ പറയണം. കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങളാണ് ഈ നാട്ടിൽ അരാജകവാദം പ്രചരിപ്പിക്കുന്നത്. നിങ്ങളാണ് ഈ നാട്ടിൽ അരാജകത്വ സമരത്തിന് ഷീൽഡായി നിന്ന് കൊടുക്കുന്നത്. നിങ്ങളുടെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചില ആളുകളുടെ വക്താവായാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി പറയാം. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ഏത് NDAയുടെ നേതാവാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയോട് ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റാൻ മാത്രമാണ് ആലോചന എന്ന് പറഞ്ഞതെന്ന് താങ്കൾ ഉത്തരവാദിത്തത്തോടു കൂടി പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. 3. നാലാമത്തെ കാര്യം, രാജ്യത്ത് ഇതുവരെ യുവജന പ്രതിഷേധം ഉണ്ടായി, ശക്തമായ യുവജന പ്രതിഷേധം ഉണ്ടായല്ലോ. കഴിഞ്ഞ 12 വർഷം യുവജന പ്രതിഷേധം ഉണ്ടാക്കാൻ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് ഇന്നും കോൺഗ്രസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് രാജ്യത്തെ ചെറുപ്പക്കാർക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. രാജ്യത്ത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി ഇന്നുണ്ടോ? രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് രാജ്യത്ത് ഒരു സമരം നയിക്കാനുള്ള വിശ്വാസ്യത, ജനസ്വീകാര്യത ഇന്നുണ്ടോ? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വിദേശത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി ആ ഫണ്ടിൽ നിന്ന് പ്രവർത്തിച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് ഈ രാജ്യത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ, ഈ രാജ്യത്തിന്റെ പൊതുസമാധാനം ഭംഗപ്പെടുത്താൻ, ഈ രാജ്യത്തിനെതിരായി പോരാടാൻ മാത്രം ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളിൽ ഇന്ന് രാജ്യത്തെ യുവാക്കൾക്ക് വിശ്വാസമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, സമരം ചെയ്ത ഓരോ വിദ്യാർത്ഥികളുടെയും ആവശ്യത്തിനൊപ്പം തന്നെയായിരുന്നു BJPയുടെ ഗവൺമെന്റ്. അത് മെയ് മാസം 3-ാം തീയതി പരീക്ഷ കഴിഞ്ഞ് ഈ ലീക്കേജ് അറിഞ്ഞ ദിവസം മുതൽ അവരോടൊപ്പം തന്നെയായിരുന്നു BJPയുടെ ഗവൺമെന്റ്. അവർക്ക് വേണ്ടി തന്നെയായിരുന്നു BJPയുടെ ഗവൺമെന്റ്. ജൂലൈ മാസം 16-ാം തീയതി നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ച് അവരെല്ലാം അവരുടെ ഡ്രീം ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും ഞങ്ങൾക്കെതിരെ ഒട്ടേറെ ചെളിവാരി എറിഞ്ഞപ്പോഴും ഞങ്ങൾ അവരെ സുരക്ഷിതമായി അവരുടെ ഡ്രീമിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഇറങ്ങിയത്, നിങ്ങളോട് മറുപടി പറയാൻ ഇറങ്ങിയത്. അതുവരെ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിനും BJP ഇറങ്ങാത്തതിന്റെ കാരണം ഞങ്ങൾക്ക് നിങ്ങളെക്കാളും ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികളെക്കാളും ഈ നാട്ടിൽ സാധാരണക്കാരനെ ഒറ്റിക്കൊടുക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തെക്കാളും ഞങ്ങൾ മതിക്കുന്നത്, ഞങ്ങൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തെ യുവാക്കളെയും ഈ രാഷ്ട്രത്തിലെ വിദ്യാർത്ഥികളെയും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദീപ, താങ്കളുടെ നേതാവിനോട് താങ്കളൊന്ന് ചോദിക്കണം. ബർഗർ കഴിക്കുന്നവരുടെ അടുത്തുള്ള സമരത്തിന് മാത്രമേ രാഹുൽ ഗാന്ധി പോകുള്ളൂ എന്ന് ചോദിക്കണം. താങ്കളുടെ നേതാവിനോട് താങ്കൾ ചോദിക്കണം, VD സതീശനോട് ചോദിക്കണം, നിങ്ങളുടെ PC വിഷ്ണുനാഥിനോട് ചോദിക്കണം, നിങ്ങളുടെ അവിടെ നിന്ന് സമരം ചെയ്യുന്ന 19 MP-മാരോട് നിങ്ങൾ ചോദിക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് മണ്ണ് വാരി തിന്നുന്ന PSC HST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ഏതൊരു ചർച്ചയിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു രക്ഷകർത്താവല്ലേ? ആ രക്ഷകർത്താവിന്റെ മനസ്സിലുള്ള മനോധർമ്മം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ VD സതീശന്റെ പുഞ്ചിരിക്ക് കാത്തു നിൽക്കുന്ന, VD സതീശൻ ഒന്ന് എത്തി നോക്കാൻ കാത്തു നിൽക്കുന്ന ഈ PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന്റെ മുന്നിലും ഇതുപോലെ രണ്ടിടുപ്പിലും കൈവച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ രാഹുൽ ഗാന്ധി വരുമോ എന്ന ചോദ്യത്തിന് കേരളത്തിലെ കോൺഗ്രസ് മറുപടി പറഞ്ഞാൽ മതിയാവൂ. ഇനി ശ്രീ ഗൗതം, ഞാൻ താങ്കളോടൊരു കാര്യം പറയാം. ഇവരെല്ലാം ആഗ്രഹിച്ചത് വളരെ വലിയ കാര്യങ്ങളാണ്. ഇവരെല്ലാം ആഗ്രഹിച്ചത് ഈ പറയുന്ന CJPയുടെ സമരം മുന്നോട്ട് പോകണം. ഈ ഒരു കാരണവശാലും സർക്കാർ ചർച്ച ചെയ്തതാണ് തെറ്റ്. ഇവർക്കൊക്കെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതും സർക്കാർ ചർച്ച ചെയ്ത് ഈ വിഷയം ഒത്തുതീർപ്പാക്കിയതുമാണ് ഇന്ന് കോൺഗ്രസിനെയും അതുപോലെ ഇടതുപക്ഷത്തിനെയും ഇവിടെ ഇരിക്കുന്ന സോക്കോൾഡ് രാജ്യദ്രോഹികളുടെയും ഒക്കെ ആ എതിർപ്പിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. അവർ ആഗ്രഹിച്ചിരുന്നത് പോലെ JNUവിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന സന്ദേശം താങ്കൾ ഉൾപ്പെടെ ഈ ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും കാണിച്ചതാണല്ലോ. ഒരു ബലിദാനിയെ സൃഷ്ടിച്ചെടുത്താൽ മോദിയെ നമുക്ക് മറിച്ചിടാമെന്ന്
ഒരു കുട്ടികളുടെ സമരത്തിൽ ഒരു ബലിദാനിയെ സൃഷ്ടിച്ചെടുത്താൽ മോദിയെ മറിച്ചിടാമെന്ന് പറഞ്ഞ സോക്കോൾഡ് രാജ്യദ്രോഹികളാണ് ഈ സമരത്തിന്റെ പിന്നണിയിലെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അവർ ഇവിടുത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും മുന്നിൽ നിർത്തി രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യാനാണ് തീരുമാനിച്ചത്. അവരുടെ ആ പരിശ്രമത്തെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ രാജ്യം തകർത്തു തരിപ്പണമാക്കി കയ്യിൽ വെച്ചു കൊടുത്തത്. അതിന്റെ ജാള്യത മറിക്കാനാണ് ഇതുപോലുള്ള കോൺഗ്രസ് പ്രതിനിധികൾ ഇന്ന് ഓരോ ചർച്ചകളിലും വന്നിരുന്ന ആ ചർച്ചയെ അലമ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് കൃത്യമായി രാജ്യത്തിന് മനസ്സിലാകുന്നുണ്ട്. ശരി, ഓക്കെ.